എൻ്റെ നാട്, ഞാൻ വരുന്ന മണ്ണാർക്കാട്, മഹാഭാരതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മണ്ണും ആറും കാടും ഉള്ള സ്ഥലമാണ് മണ്ണാർക്കാട്. അവിടെയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, സൈലന്റ് വാലി എന്ന് പറയും. ആ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നത്. ആ പുഴയിൽ കുളിച്ചിട്ടാണ് ഞങ്ങളുടെ പരദേവതയായിട്ടുള്ള തിരുമാന്താംകുന്നിൽ അമ്മയെ തൊഴാൻ ഞങ്ങൾ പോകാറുള്ളത്. ആ പുഴയുടെ പേര് കുന്തിപ്പുഴ എന്നാണ്. കുന്തിപ്പുഴയാണ് ഞങ്ങളുടെ നാടിൻ്റെ ജീവനാഡി. ആ മഹാത്മാവിൻ്റെ പേരുള്ളൊരു പുഴ. ഇവിടെ നമ്മൾ ഓരോ പാണ്ഡവന്മാരും പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം പറയുന്ന പോലെ ഞങ്ങൾക്ക് അവിടെ പല സ്ഥലനാമങ്ങളുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവര് വനവാസകാലം അനുഷ്ഠിച്ചിരുന്നത് ആ ഭാഗത്താണെന്നൊരു ഭഗഭേദം പറയും. അപ്പൊ അവർ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് അത് കഴുകാനായി പുഴയിൽ കമിഴ്ത്തി വെച്ചു അത്രേ. ഈ പാത്രം ഭക്ഷണം കഴിച്ചിട്ട് കമിഴ്ത്തി വെച്ചു. ആ കമിഴ്ത്തി വെച്ച സ്ഥലത്ത് നിന്നാണ് കുന്തിപ്പുഴ ഉത്ഭവിച്ചത് എന്നാണ് പറയുക. ആ സ്ഥലത്തിന് എപ്പോഴും വിളിക്കുക പാത്രക്കടവ് എന്നാണ്. അമ്മ പാത്രം കഴുകി കമിഴ്ത്തിയ സ്ഥലം പാത്രക്കടവ്. അതിൻ്റെയൊക്കെ ഒരു മനോഹാരിത ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. അവിടെ ഇപ്പോഴും പോയി നിങ്ങൾ അവിടുത്തെ പാറകളിൽ ചെവിയോർത്ത് വെച്ചാൽ ഈ പാത്രത്തിന്റെ മുകളിലേക്ക് വെള്ളം വീഴുമ്പോഴുള്ള ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ആ ശബ്ദം ഇപ്പോഴും കേൾക്കാൻ പറ്റും. കമിഴ്ത്തി വെച്ച ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് വെള്ളം വീഴ്ത്തുക. അപ്പൊ എന്ത് ശബ്ദമാണോ കേൾക്കുക, ആ ശബ്ദം ഇപ്പോഴും അവിടുത്തെ പാറകളിൽ കേൾക്കാം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ മണ്ണാർക്കാട് ഒരു കുന്തിപ്പുഴയുണ്ട്, ഒരു പാത്രക്കടവുണ്ട്. ഇവിടെ ഉള്ളതുപോലെ തന്നെ ഭീമസേനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു നാട്, ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലമുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഭീമനാട് എന്നാണ് ആ സ്ഥലത്തിന് പേര്. അരക്കില്ലം മഹാഭാരതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. ഇന്നും അരക്ക് പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ട്. അങ്ങനെ എൻ്റെ നാടിന് ചുറ്റുവട്ടം മുഴുവൻ മഹാഭാരതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.